എല്ലാവർക്കും മല്ലൂർ ടിവിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്ക് പ്ലേസിന്റെ അപ്ഡേഷൻ നമുക്ക് വേറെ ദിവസം കാണിക്കാന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ടില്ലല്ലോ പിന്നു, പക്ഷെ നമ്മള് സാധനങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ആ ചെറിയൊരു വീഡിയോ നമ്മള് പഴയ നമ്മുടെ ചെറിയ വർക്ക് പ്ലേസ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ഇടുങ്ങിയ ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പൊ മോൾ ഭാഗം നമ്മുടെ ലാൻഡ് ലോഡ് നമുക്കെല്ലാം സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആർട്ടിക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ റൂമും മുമ്പത്തെ റൂമും ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇപ്പൊ അടിപൊളിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ വർക്ക് പ്ലേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാണ്. ഇനി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട്, പക്ഷെ ഉള്ളത് കൊണ്ട് ഓണെന്ന് പറഞ്ഞ പോലെ അല്ലേ, അടിപൊളി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇതാണ് എൻ്റെ വർക്ക് പ്ലേസ്. ഇപ്പൊ നമുക്കിത് ഇനി എക്സ്ട്രാ മോണിറ്റർ ഒക്കെ വേണം. 2 മോണിറ്റർ വേണമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു TV ഉണ്ട്. നമ്മുടെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി TV ഉണ്ട്. വർക്കിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വൈറ്റ് സ്ക്രീനും ഉണ്ട്. പിന്നെ ഇതേ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് സ്റ്റുഡിയോ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ ടേബിള് ഒക്കെ വലിയതൊന്ന് സെറ്റാക്കി വെച്ചു. കാരണം എനിക്ക് ഇനി അടുത്ത് പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ, പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഇതേ കണ്ടോ, ഇതാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ, ഇതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ, പിന്നെ ഇവിടെയാണ് കുഞ്ഞുവിൻ്റെ വർക്ക് പ്ലേസ്. കുഞ്ഞു എങ്ങനെയുണ്ട്? അടിപൊളി, ഫ്രീ ആയി കിട്ടിയില്ലേ മൊത്തം? ഇപ്പൊ ഈസി ആയിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ആയി കിട്ടിയല്ലേ? ഓക്കെ, എന്തായാലും മൂപ്പര് നല്ല രീതിയിൽ സെറ്റാക്കി തന്നു. കാരണം ഇവിടെ കണ്ടോ റേഡിയേറ്റർ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇവിടെ പിള്ളേർക്കൊക്കെ ഇരുന്ന് ഡ്രോയിങ് ചെയ്യാനും പഠിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂം. പിന്നെ ഇവിടെ ഇപ്പൊ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഭാഗത്ത്, കാരണം എല്ലാം മൂപ്പര് ഇൻസുലേറ്റ് ചെയ്തു. ഈ മോൾ ഭാഗമൊക്കെ ഉണ്ടല്ലേ, എല്ലാം നല്ല ക്ലീൻ ആക്കി തന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഫുൾ അടിപൊളി സെറ്റൊക്കെ. ഇവിടെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇരുന്ന് വരയ്ക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ എന്തെങ്കിലും ചെയ്യാനുള്ള സെറ്റപ്പും ഇവിടെ ആക്കി കിട്ടിയപ്പോൾ. നിലമൊന്നും ചെയ്തിട്ടില്ല, കാരണം നിലത്ത് ഇനിയിപ്പോൾ നമ്മൾ കാർപ്പറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇവിടുന്ന് മാറുകയാണെന്നുണ്ടെങ്കിലും കാരണം അത് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നിലത്തൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ കാർപ്പറ്റ് ഇട്ടിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതേ ഈ ലൈറ്റ് സ്റ്റുഡിയോ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് നമുക്ക് ലൈവ് വീഡിയോ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോഴല്ല, നമ്മൾ നോക്കി വരികയാണ്. കാരണം എന്തൊക്കെ ചെയ്യണം, എന്തെന്ന് ചെയ്യാന്നുള്ളൊന്നും ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇപ്പോൾ തണുപ്പാണ്. അപ്പം ഇനി എന്തെങ്കിലും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും പുറത്തൊക്കെ പോയി നിൽക്കാൻ പെട്ടെന്ന് നമ്മൾ കയറി പോരും ഇങ്ങോട്ട്, കാരണം അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈവസി ആയി, നമുക്ക് നന്നായിട്ട് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ. ഞാൻ മുമ്പ് പറഞ്ഞുള്ള പോലെ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേഷൻ നമ്മുടെ പുതിയ വർക്ക് പ്ലേസിൻ്റെ. ഇപ്പോൾ സെറ്റാക്കി ഇനി മൈക്കും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം. സ്ലോലി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് സംഭവം. ഇനിയിപ്പോ നമ്മൾ ഇരുട്ടത്ത് പോയി നിന്നിട്ടും അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂടാതൊക്കെ ഒരുപാട് കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം ഒരുപാട് ടൈമൊക്കെ വേസ്റ്റ് ഈ ലൈറ്റിന്റെ സംഭവം കൊണ്ട് കാറ്റും പറയുന്ന സംഭവം നമുക്ക് ഇപ്പൊ വയർലെസ് മൈക്കൊന്നുമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞു, സാധനങ്ങളൊക്കെ കുറെ ആഡ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഇത് വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പാണ്. കാരണം ഇപ്പൊ ലൈറ്റ് ആണെങ്കിലും നല്ല 3 point ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നല്ല രീതിയിലും സൗണ്ട് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ക്ലോസ് ബൈ നല്ല കിട്ടും ചെയ്യും. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്താന്നുള്ളതൊക്കെ. ഇപ്പൊ എന്തായാലും ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള വീഡിയോകളൊക്കെ ഇനി ഇപ്പൊ ഇൻഡോറിലായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ഓബി. ബൈ.